അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഭയപ്പെടണ്ട. നെല്ലിക്ക കഴിക്കുന്നത് പോലെ ആദ്യം കയ്പാണെങ്കിലും പിന്നീട് മധുരമായിരിക്കും. ഇന്ന് എന്തൊക്കെ പ്രയാസങ്ങൾ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ആളുകളും പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ അതിനേക്കാൾ ഏറെ പ്രയാസമായി. വിഷമിക്കേണ്ട ആവശ്യമില്ല, അതിനൊക്കെ പരിഹാരം ഉണ്ടാകും, അതൊക്കെ തീരും, അതൊക്കെ സമാധാനം വരും. മനസ്സിലായോ? ഒരു അക്രമകാരികളും ഏറെ കാലമൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അതിനൊരു അവസാനം കുറിക്കും, അതിനുള്ള തീരുമാനം റബ്ബ് തന്നെ എടുക്കും. മനസ്സിലായോ? ഏതായാലും പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ നിലക്കും രക്ഷ കിട്ടട്ടെ എല്ലാവർക്കും. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും മാറി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയട്ടെ. ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഞാൻ മെയിനായിട്ട് പറയാൻ വന്ന കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ഏതായാലും നോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം, ബുദ്ധിമുട്ടൊന്നും കൂടാതെ അതിന് ആ പ്രശ്നം നല്ല രീതിയിലായി തീരട്ടെ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കുണ്ടാവും. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഹൈറാക്കി തരട്ടെ.